LDF യോഗമുണ്ടായിരുന്നു. യോഗം അവസാനിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട വിവരങ്ങളും വരുന്നുണ്ട്. മിഷൻ 110 LDF യോഗത്തിൽ അവതരിപ്പിച്ചു മുഖ്യമന്ത്രി. തുടർ ഭരണത്തിന് ഒരുങ്ങാനും ആഹ്വാനമുണ്ട്. ഇപ്പോൾ ബിനോയ് വിശ്വം സംസാരിക്കുന്നുണ്ട്. അതിലേക്ക് ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് അല്ലെങ്കിൽ ആ തിരിച്ചടി മറികടക്കുന്നതിന് വേണ്ടി വിഷയങ്ങളാണ് ഇന്ന് പ്രധാനമായും ചർച്ച ചെയ്യുമെന്നുള്ളത് നേരത്തെ അറിയിച്ചത്. എന്നാൽ അതൊന്നും തന്നെ ചർച്ചയായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കൂടുതൽ പ്രതികരണത്തിന് ഇപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ബിനോയ് വിശ്വവും തയ്യാറാകുന്നില്ല. എല്ലാം LDF കൺവീനർ പറയുമെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് 4 മണിക്ക് വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് LDF കൺവീനർ TP രാമകൃഷ്ണൻ. അതിൽ എന്താണ് ഇന്ന് ഇടതുമുന്നണിയിൽ ഉണ്ടായിരിക്കുന്ന തീരുമാനങ്ങൾ, അതോടൊപ്പം എങ്ങനെയാണ് തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് ഇടതുമുന്നണി പോകാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലൊക്കെ കൂടുതൽ വ്യക്തമായ മറുപടി അദ്ദേഹത്തിൽ നിന്നുണ്ടാകും. പ്രത്യേകിച്ചും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് LDF നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഒരു പ്രവർത്തനത്തിലേക്ക് പോവുകയാണ്. 1, 4, 6 തീയതികളിൽ LDFന്റെ ജാഥകൾ ഉണ്ടാകും. അത് 3 മേഖലകളായി തിരിച്ചുകൊണ്ട് വടക്കൻ കേരളത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായുള്ള MV ഗോവിന്ദനാണ് ആ ജാഥ നയിക്കുന്നത്. മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയാണ് ആ ജാഥ നയിക്കുന്നത്. തെക്കൻ കേരളത്തിലേക്ക് വന്നാൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ആ ജാഥ നയിക്കും. 14, 15 തീയതികളിലാണ് ജാഥ സമാപിക്കുക. ഇതോടുകൂടി കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമര പ്രഖ്യാപനങ്ങളുണ്ട്, അല്ലെങ്കിൽ സമരങ്ങൾ ഉണ്ട്. അതെല്ലാം വരുന്ന ദിവസങ്ങളിലുണ്ട്. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന അത്തരത്തിലുള്ള പ്രതിഷേധ സത്യാഗ്രഹ പരിപാടികളുണ്ട്. ഏതായാലും കേന്ദ്ര സർക്കാരിനെതിരെയും അതോടൊപ്പം തന്നെ BJPക്കും കോൺഗ്രസിനും എതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ കടുപ്പിച്ചുകൊണ്ട് ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് ജനങ്ങളെ കേട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി ഒരുങ്ങുന്ന രീതിയിലേക്ക് ഏതായാലും LDF മാറുന്നു. ഇപ്പോൾ ഏതായാലും LDF യോഗം കഴിഞ്ഞ് നേതാക്കളെല്ലാം തന്നെ മടങ്ങി പോയിട്ടുണ്ട്.